ഈ കടവിനൊരു പേരുണ്ട്, സത്രക്കടവ് എന്നാണ് നമ്മുടെ ഒരു നാട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു. ഈ സത്രക്കടവിന്റെ പ്രാധാന്യം പറയാൻ പറ്റുന്ന നാട്ടുകാരൻ താങ്കൾക്ക് അറിയായിരിക്കും ഈ കടവിനെ കുറിച്ച്? അതെ, സത്രത്തിൻ കടവ് ആറന്മുള വള്ളംകളി ഉൾപ്പെടെ നടക്കുന്ന മഹത്തായ ഒരു കടവാണിത്. താങ്കൾ നേതാവല്ലേ? അതെ അതെ, ഒരു ലുക്കുണ്ട്, ലീഡറിന്റെ ലുക്കുണ്ട്. ഏത് പാർട്ടിയിലാ? യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് പത്തനംതിട്ട. ഫുൾ നെയിം റിജോ ജേക്കബ് ജോർജ്. റിജോ വള്ളംകുളം എന്നാണ് അറിയപ്പെടുന്നത്. അതെ അതെ. ഇപ്പൊ ഈ KSUവിന്റെ ഒക്കെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഒരു യാത്ര നടക്കുന്നുണ്ട്. അതെ അതെ, ആ സമയത്തൊക്കെയാണ് നമ്മളും ഈ യാത്ര നടത്തുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ കാണുമല്ലോ ചുരുക്കി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യാത്രയുടെ മഹത്വം മനസ്സിലാക്കിയാണ് സാറിനെ കാണാൻ വന്നത്. ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടും ആരോഗ്യ പ്രശ്നമുള്ളത് വീണ് കഴിഞ്ഞിട്ട് ലിഗമെന്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പുറത്തിറങ്ങാൻ പാടില്ല. എന്നിട്ട് പോലും സാറിനെ കാണാൻ വന്ന് സാർ നടന്ന ഈ ഒരു മഹത്തായ ഒരു പ്രയത്നത്തിന് പിന്തുണ നൽകുക. അതെ ഏത് ലഹരിക്കാരനും കേരളം വിടും. അതെ അതെ, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആണെങ്കിൽ ഒരു മാരത്തോൺ നടത്തിയായിരുന്നു, കുമ്പഴേന്ന് പത്തനംതിട്ട വരെ. അത് നമ്മുടെ റിപ്പോർട്ടർമാർക്ക് അറിയാം. അറിയാം. അതെ അതെ, ജയശങ്കറൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ. അതെ അറിയാം. ഇപ്പോഴും ഓ അതെ അറിയാം. അപ്പം സാറിന്റെ 40 വർഷം മാധ്യമ പ്രവർത്തനത്തിന് എന്റെ ഒരു സ്നേഹാദരവ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സന്തോഷം. ഞാൻ പിടിക്കണോ? വേണ്ട, ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. നേതാവിനൊന്നും പ്രശ്നമില്ല. അപ്പൊ നേതാവേ, അങ്ങേക്ക് എല്ലാ ഇതും നേതാവിന്റെ സമയം മുഴുവൻ ഈ ലഹരി മുക്ത കേരളത്തിന് വേണ്ടി തീർച്ചയായും ആ പോരാട്ടത്തിന് സാറിനോടൊപ്പവും കേരള പോലീസിനോടൊപ്പവും എന്നും ഉണ്ടാകും. താങ്ക് യു. ഈ നെഞ്ചി കൈയടിച്ച് ഞാൻ പറയുന്നു. ഓക്കെ, താങ്ക് യു.